ശ്രീ ജോർജ് ജോസഫ്, പോലീസിന് നിർണായക തെളിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. അഭിഭാഷകന്റെ പക്കൽ നിന്ന് ലഭ്യമായ മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോൾ പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായി എന്നാണ് പോലീസ് നൽകുന്ന റിപ്പോർട്ടുകൾ. ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും ഈ തെളിവുകൾ? ശ്രീ ജോർജ് ജോസഫ്, കേൾക്കാമോ? ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? പറഞ്ഞോളൂ സർ. അത് നല്ല ഒരു തെളിവാണത്. അത് പോലീസ് ആ കാര്യത്തിലും വിജയിച്ചിരിക്കുന്നു, നന്നായിരിക്കുന്നു. അത് കാരണം അത് ഒരു 376 റേപ്പ് എന്നുള്ള ഡെഫിനിഷനകത്ത് ഇത് വളരെ വൈറ്റായ ഒരു തെളിവാണ് കണ്ടെത്തിയിരിക്കുന്നത്. എനിക്കത് അതിന്റെ കണ്ടൻസ് എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ അങ്ങനെ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കണ്ടൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വൈറ്റൽ എവിഡൻസ് ആണ്. ഒറിജിനൽ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇത് ട്രാൻസ്ഫർ ചെയ്ത ഈ വേറൊരു ഇലക്ട്രോണിക്സ് ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിൽ ട്രാൻസ്ഫർ ചെയ്തതും കോടതി അതേപടി അംഗീകരിക്കും. അത് വളരെ കൺക്ലൂസീവായിട്ട് കോടതി അംഗീകരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് നല്ലൊരു എവിഡൻസ് ആണ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഈ നടിയും പൾസർ സുനിയും തമ്മിലുള്ള സെൽഫി ദൃശ്യങ്ങളാണ് അതിലുള്ളത്. ഒരുപക്ഷെ എന്തായിരിക്കും ആ ദൃശ്യങ്ങളിലെ കണ്ടന്റ് എന്നതിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പോലീസിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നടി പോലീസിന് നൽകിയ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു തെളിവായി സ്വീകരിക്കാൻ പറ്റിയ ദൃശ്യങ്ങൾ അതിൽ ഉണ്ടെന്ന് തന്നെ നിരീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം സ്വാധീനമാകും ഈ ദൃശ്യങ്ങൾ ചെലുത്തുക അന്വേഷണത്തിൽ? അത് തീർച്ചയായിട്ടും അതെ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും അയാളെ കസ്റ്റഡിയിൽ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം അയാളെ തിരിച്ചു കൊടുക്കാറായെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ സംഗതി എവിടെയോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറിജിനൽ കാസറ്റ് എവിടെയോ ഉണ്ട്. അതിന്റെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് പൾസർ സുനി തീർച്ചയായിട്ടും അത് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം പകർത്തിയ ദൃശ്യങ്ങൾ പോലും നിർണായക തെളിവുകളായി സ്വീകരിക്കാൻ നിയമതടസ്സമില്ല എന്നാണോ പറയുന്നത്? കാരണം ഇന്ന് പൾസർ സുനി പറഞ്ഞിരുന്നു വക്കീലിന് കൊടുത്ത മെമ്മറി കാർഡിൽ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷമാണ് വക്കീലിന് നൽകിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ അപ്പോഴും എവിടെയാണെന്നുള്ളതിൽ ദുരൂഹത തുടരുകയാണ്. അത് തീർച്ചയായിട്ടും ദുരിതം. പക്ഷേ ഒറിജിനലിന് പകർത്തിയതാണെങ്കിൽ അതും ഒരു പ്രൈമറി എവിഡൻസ് തന്നെയാണ്. അതൊരു ഇലക്ട്രോണിക്സ് മാധ്യമത്തിൽ തന്നെ വേറൊരു ഇലക്ട്രോണിക്സ് മാധ്യമത്തിലോട്ടാണ് പോയിരിക്കുന്നെങ്കിൽ അതൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ സ്വീകരിക്കേണ്ടി വരും കോടതിക്ക്. അങ്ങനെ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടി വരും. ഈ ദൃശ്യങ്ങൾ ആർക്കു വേണ്ടിയാണ് പകർത്തിയത്? അത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടോ? പൾസർ സുനി ആർക്കു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി അന്വേഷിക്കേണ്ടതല്ലേ? എം രാജീവ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ നിർണായക തെളിവുകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നു. മെമ്മറി കാർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് പൾസർ സുനി പകർത്തിയത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി എന്നാണ് വാർത്തകൾ വരുന്നത്. എം രാജീവ് ചേരുന്നു. എം രാജീവ്, പോലീസ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം. സർ, ദൃശ്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതല്ലേ? ഒറിജിനൽ ആരുടെയെങ്കിലും പക്കലേക്ക് സുനി കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. കാരണം ദൃശ്യങ്ങൾ ഇത് പകർത്തിയ കോപ്പി കിട്ടിയ സ്ഥിതിക്ക് ഒറിജിനൽ ആരുടെയോ കൈവശമുണ്ട്, അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പൂർണ്ണമായി. ഇപ്പൊ അത് കാരണം ഇത് ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒറിജിനൽ പകർത്തിയെടുത്തിരിക്കുന്നത് അത് പൾസർ സുനിയുടെ ആവശ്യത്തിന് വേണ്ടി പകർത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒറിജിനൽ ആർക്കോ കൊടുത്തിരിക്കുന്നു, അപ്പൊ അതിന്റെ കോപ്പി എടുത്ത് ഇയാൾ വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇപ്പം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നഷ്ടപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് ബ്രേക്ക് ചെയ്യണം. എവിടെയെങ്കിലും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെ വൈറ്റൽ എവിഡൻസ് ആണ് അത്. സാർ, ദയവായി തുടരുക. ഇപ്പോൾ ഞങ്ങളുടെ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് കൂടി ടെലിഫോണിൽ ചേരുന്നു. രാജീവ്, പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകും? പൾസർ സുനി 5 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ. ജോർജ്, നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഒറിജിനൽ അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ആ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡാണ് വക്കീലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡിൽ നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഈ മെമ്മറി കാർഡിലേക്കാണ്
ഈ ദൃശ്യങ്ങൾ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായ ഒരു തെളിവായി തന്നെ ഇത് ലഭിക്കും. പൾസർ സുനി അഭിഭാഷകനോട് ഇത് കൊടുക്കരുത് അല്ലെങ്കിൽ രഹസ്യമായി വെക്കണം എന്ന് പറഞ്ഞ ഒരു മെമ്മറി കാർഡ് അഭിഭാഷകനിൽ നിന്ന് പോലീസ് വാങ്ങുകയായിരുന്നു. വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വാങ്ങുകയായിരുന്നു. ഈ മെമ്മറി കാർഡാണ് പിന്നീട് കോടതി സമർപ്പിക്കപ്പെടുകയും അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു ഒറിജിനൽ എവിഡൻസ് എന്ന തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോലി രാജീവ്, പൾസർ സുനി നടിയും തമ്മിലുള്ള സെൽഫി ദൃശ്യങ്ങൾ എന്നതിനപ്പുറം നടി നേരിട്ട ക്രൂരതകൾ കൂടി മനസ്സിലാക്കാൻ തക്ക പര്യാപ്തമാണോ ലഭ്യമായ ദൃശ്യങ്ങൾ? തീർച്ചയായിട്ടും വളരെ ക്രൂരമായ ഉപദ്രവമായിരുന്നു നടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ തെളിയുന്നുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ക്രൂരമായ ഉപദ്രവം നടിക്ക് ഏൽപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേസിൽ ഒരു പ്രൈമറി എവിഡൻസ് എന്ന രീതിയിൽ തന്നെ വളരെ നിർണായകമായ എവിഡൻസ് എന്ന രീതിയിൽ തന്നെ ഈ കേസിൽ പരിഗണിക്കാവുന്ന ഒരു തെളിവാണ്. എനിക്ക് തോന്നുന്നത് ശ്രീ ജോർജ് ജോസഫ് ഇതിന്റെ ഒറിജിനൽ ആണോ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള സംശയത്തിന് ഇനി വകയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് ഈ ദൃശ്യങ്ങൾ? ശ്രീ ജോർജ് ജോസഫ്, എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം ആധികാരികമായി കോടതി ഈ തെളിവുകൾ സ്വീകരിക്കും? ആധികാരികമായിട്ട് കോടതി ഈ തെളിവ് സ്വീകരിക്കും. അതിന് യാതൊരു മാറ്റവും. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ആധികാരികമായിട്ട് തന്നെ ഇത് സ്വീകരിക്കും. കാരണം ഒറിജിനലിന്റെ കോപ്പിയാണ്, അത് പ്രൈമറി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. ഇത് ഒരു കാരണവശാലും ഒരു ചാനലിലും ഒരു പത്രത്തിലും വരാൻ പാടില്ല. ഇത് കോടതി ഇൻ ക്യാമറ ആയിട്ട് പരിശോധിക്കുകയുള്ളൂ. കോടതിയിൽ ഓപ്പൺ ആയിട്ട് ഇത് ഒരിക്കലും പരിശോധിക്കത്തില്ല. ഇൻ ക്യാമറയെ മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ. അതൊരു സ്ത്രീയെ പീഡിപ്പിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ കണ്ടൻസ് എന്തായാലും ശരി അത് കോടതി മാത്രം പരിശോധിക്കേണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രം അത് നോക്കാനുള്ളതുള്ളൂ. വേറെ ആർക്കും ഇതിനകത്ത് നോക്കാൻ പാടില്ല. എം രാജീവ്, പോലീസ് മറ്റു ചില മെമ്മറി കാർഡുകൾ കൂടി നേരത്തെ പല ഭാഗങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളുടെ പക്കൽ നിന്നുമൊക്കെ നേരത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ കാർഡുകളും മൊബൈൽ ഫോണുകളും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭ്യമായോ? ഒരു മെമ്മറി കാർഡിൽ മാത്രമാണോ ഇത്തരം ദൃശ്യങ്ങൾ ലഭ്യമായത്? ജോർജറ്റ്, നിരവധി കാര്യങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് വസ്തുക്കൾ കൈമാറിയിരുന്നു. അതിൽ വളരെ നിർണായകമായ ഒരു മെമ്മറി കാർഡിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അതായത് പൾസർ സുനി അഭിഭാഷകനെ ഒളിവിൽ പോകുന്നതിന് മുമ്പ് അഭിഭാഷകനെ കവറിൽ ഏൽപ്പിച്ച ഒരു മെമ്മറി കാർഡിൽ നിന്നാണ് ഇത്തരത്തിൽ ഇത് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ഒറിജിനൽ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ആ സാംസങ് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെമ്മറി കാർഡാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. സാംസങ് ഫോൺ പിന്നീട് പൾസർ സുനി ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന മൊഴി ഉണ്ട്. ആ മൊഴിയെ വിശ്വസിക്കാമെങ്കിൽ കൂടിയും വളരെ നിർണായകമായ ഒരു തെളിവാണ് ഈ മെമ്മറി കാർഡിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് പകർത്തപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒറിജിനാലിറ്റിയിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോജൻ, തീർച്ചയായിട്ടും ജോർജ് ജോസഫ്, ചിത്രങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെടുക്കാനായില്ല. പോലീസ് കായലിൽ അടക്കം പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ ആ മൊബൈൽ ഫോണിൽ തന്നെ ചിത്രീകരിച്ച മെമ്മറി കാർഡ് എന്ന നിലയിൽ തന്നെ ആയിരിക്കുമോ കോടതി ഇത് പരിഗണിക്കുക? അതെ, തീർച്ചയായിട്ടും അങ്ങനെ കോടതി അത് പരിഗണിക്കുകയുള്ളൂ. അത് ഒറിജിനൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു പ്രൈമറി എവിഡൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നല്ലൊരു പോലീസിന്റെ നല്ലൊരു നേട്ടം തന്നെയാണ് ഇത് കണ്ടെടുത്തത്. എന്ത് വന്നാലും ശരി അത് ഫോറൻസിക് പരിശോധന എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനകത്ത് നടിയും ഈ പ്രതിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും അവർ തമ്മിലുള്ള ആക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അതൊരു ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇത് പ്രൈമറി എവിഡൻസ് തന്നെയാണ്. വളരെ നല്ല ഒരു പീസ് ഓഫ് എവിഡൻസ് ആണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. വളരെ നന്ദി ജോർജ് ജോസഫ്. എം രാജീവ്, പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? മുന്നോട്ടുള്ള കേസിന്റെ അന്വേഷണ ഗതിയെ ഈ ദൃശ്യങ്ങളെ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ സ്വാധീനിക്കുക? ജോർജറ്റ്, വളരെ നിർണായകം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ചോദ്യങ്ങളിൽ കൂടി പൾസർ സുനിക്ക് അത് സംഘത്തിനും ഈ സംഭവവുമായുള്ള ബന്ധത്തെ വളരെ കൃത്യമായി തന്നെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് വിലയിരുത്താൻ പോലീസിന് കഴിയും. ഇത് വളരെ നിർണായകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം
ഈ ദൃശ്യങ്ങളില്ലാത്തതിന്റെ പേരിൽ മാത്രം ചോദ്യം ചെയ്യൽ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പല സമയത്തും പൾസർ സുനി മൊഴി മാറ്റുന്നു എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയും പോലീസ് അഭിമുഖീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഫോറൻസിക് പരിശോധനയിൽ ഒരു മെമ്മറി കാർഡിൽ നിന്ന് അത് പൾസർ സുനി അഭിഭാഷകന് കൈമാറിയ മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ ഫോറൻസിക് ലാബ് ആ റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞു. അത് പോലീസ് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, മെമ്മറി കാർഡിൽ നടിയുടെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് നിർണായകമായ ഫോറൻസിക് തെളിവ് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകളിലും ശാസ്ത്രീയമായ മറ്റു പരിശോധനകളുടെയും തെളിവ് ശേഖരണത്തിലൂടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതിയിൽ വളരെ കുറ്റമറ്റതായ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിനാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണയിലും ശേഷമുള്ള വിധിയിലും വളരെ നിർണായകമാകുന്ന ഒരു തെളിവാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഇതുവരെ പോലീസിന് കേട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായില്ല എന്നുള്ളതാണ്. എന്നാൽ ദൃശ്യങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു എന്ന വളരെ നിർണായകമായ ഒരു വിവരമാണ് പ്രേക്ഷകർക്കായി പീപ്പിൾ TV ഇപ്പോൾ കൈമാറുന്നത്. ജോജൻ, ഇക്കാര്യങ്ങൾ അഭിഭാഷകന് ഒരുപക്ഷെ നേരത്തെ അറിയാമായിരുന്നിരിക്കും. സുനി ഹാൻഡ് ഓവർ ചെയ്ത മെമ്മറി കാർഡാണ്. അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് പോലീസിന് ഈ ദൃശ്യങ്ങൾ തന്റെ പക്കലുള്ള മെമ്മറി കാർഡിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിരുന്നോ? ജോർജറ്റ്, ഈ മെമ്മറി കാർഡ് വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കണക്കാക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ കരുതുന്നില്ല അഭിഭാഷകൻ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കാം എന്ന്. കാരണം പോലീസ് പോലും ഇത് കണ്ടെടുത്തിട്ട് ശേഷം കോടതിയിൽ ഇത് ഉള്ളപ്പോൾ തന്നെ അതിൽ പോലീസ് പോലും നേരിട്ടൊരു പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരു തെളിവും ഒരു ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവാണ് എന്ന രീതിയിൽ വരരുത് എന്ന ഉദ്ദേശം പോലീസിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കരുതാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നേരെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുക മാത്രമാണ് ചെയ്തത്. ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടിലാണ് വളരെ നിർണായകമായ ഈ വിവരമുള്ളത്. ജോലി രാജീവ്, അങ്ങനെയെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് പരിശോധനയിലാണെങ്കിൽ പോലും ഇത്തരം ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചോരുകയോ പുറത്തു വരികയോ ചെയ്യണമെന്ന ആ ഒരു ഉദ്ദേശം പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നിരിക്കാം. ജോർജറ്റ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെമ്മറി കാർഡ് ഈ അഭിഭാഷകനെ ഏൽപ്പിക്കുന്നതിലൂടെ അതിനുശേഷം ഒരു കൈമാറ്റം എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കുറെ കൂടി സേഫാണ് ഇക്കാര്യത്തിൽ. ഈ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പോലീസിന് വളരെ നിർണായകമായ ഈ തെളിവ് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഒറിജിനാലിറ്റിയെ കുറിച്ച് നമ്മൾ സംശയിക്കുകയേ വേണ്ട. ഇത് വളരെ നിർണായകം തന്നെയാണ്. കോടതി ഒന്നാം എവിഡൻസ് ആയി തന്നെ, തെളിവായി തന്നെ ഇതിനെ പരിഗണിക്കുമെന്ന് തീർച്ചയാണ്. കാരണം രാജീവ് തുടരുക. ഇപ്പോൾ ജെയിംസ് വടക്കഞ്ചേരി കൂടി നമ്മളൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക തെളിവുകളാണ് പോലീസിന് ലഭ്യമായത്. മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താനായി എന്നാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഡിറ്റർ എം രാജീവ് പോലീസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. എത്രത്തോളം നിർണായകമാകും ഈ തെളിവുകൾ ഈ കേസ് അന്വേഷണത്തിൽ? വളരെ നിർണായകമാകും. അതോടുകൂടി പോലീസ് വിജയിക്കുന്നു. പോലീസിന്റെ ഇതേവരെയുള്ളതായ എല്ലാ ശ്രമത്തിനും ഒരു പരിധിവരെ ആശ്വാസമായിരിക്കുകയാണ്. ഇതോടുകൂടി ഒരു കാര്യം തീർച്ചയാണ്, എന്തെങ്കിലും എത്രമാത്രം ഇത് ചെയ്താലും നീതി ഉറപ്പാകും ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ വലിയ തെളിവാണത്. അത് തീർച്ചയായിട്ടും അതിന്റെ ഒറിജിനാലിറ്റി അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എന്നാലും സയന്റിഫിക്കായിട്ട് തെളിയിച്ചോട്ടെ, പിന്നെ കോടതി അക്സെപ്റ്റ് ചെയ്യും. അതോടുകൂടി അവർ ഈ നുണപരിശോധനയ്ക്ക് ഒന്നും വിധേയമാക്കേണ്ട കാര്യമില്ല. എന്താണെന്നുള്ളത് ആ മെമ്മറി കാർഡിൽ നിന്ന് നമുക്ക് എല്ലാം ക്ലിയർ ആകുന്നതാണ്. എത്രത്തോളം ആധികാരികമായി ആകും ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി സ്വീകരിക്കുക? ആ കോടതി അതിന്റെ ഈ മാക്സിമം അത് ഒറിജിനൽ ആണോ അത് ക്രിയേറ്റഡ് ആണോ എന്നുള്ള ആസ്പെക്റ്റേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തൊക്കെ അങ്ങനെ ക്രിയേറ്റഡ് ആകാനുള്ള സാധ്യത കുറവാണ്. അത് മാത്രമല്ല, അഭിഭാഷകന്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് അത് ഒറിജിനൽ ആണ് എന്ന് ഫോറൻസിക് ലാബുകാർ സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് പ്രശ്നങ്ങളെല്ലാം തീരും. അത് കോടതി അക്സെപ്റ്റ് ചെയ്യും. ഈ പോലീസ് അന്വേഷണത്തിൽ ഇനിയുള്ള നിർണായകമായ നീക്കങ്ങൾ എത്തരത്തിലാവും? ഈ ദൃശ്യങ്ങൾ കൂടി കണ്ടെടുത്ത സ്ഥിതിക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിന്റെ രീതികൾ എങ്ങനെയാകും? ഇനിയപ്പോ അവർക്ക് കാര്യങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കുറ്റപത്രം ഇന്നലെ DGP പറഞ്ഞതനുസരിച്ച് 90 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കൊടുക്കാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
അത് മാത്രമല്ല ഇന്നിപ്പോ 10-ാം തീയതി വരെ അയാളുടെ ഈ കസ്റ്റഡി നീട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പോലീസിന് കാര്യമായ ബാക്കി എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടാക്കണേ, അത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സമയവും കിട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അയാൾ ഈ പൾസർ സുനി പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ദൃശ്യങ്ങൾ മറ്റ് മെമ്മറി കാർഡുകളിലേക്കും മറ്റും പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെടുക്കേണ്ടതും പോലീസിന്റെ ഒരു വെല്ലുവിളി തന്നെയല്ലേ? കണ്ടെടുത്താൽ കൂടുതൽ നന്നായിരിക്കും. കണ്ടെടുത്തില്ലെങ്കിലും നമുക്ക് ഇത് മാത്രം മതി. അതായത് ഇപ്പൊ ഈ സുനി ഈ പൾസർ പറഞ്ഞു ഞാനെടുത്തതായ ആ ഫോൺ ഇത് മെമ്മറി കാർഡിലേക്ക് മാറ്റി അഭിഭാഷകന് കൊടുത്തിരിക്കുന്നു എന്ന് അയാൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്നതാ. അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ സഹായകരമാണ്. കാരണം അയാള് നേരത്തെ അഭിഭാഷകന് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. പിന്നീട് അഭിഭാഷകന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായ അതിൽ ഫോറൻസിക് ആഫീസുള്ളതായ ഈ ടെസ്റ്റ് റിസൾട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോ അതിന്റെ ആധികാരികതയെ പറ്റി എനിക്ക് തോന്നുന്നത് നമ്മൾ കാര്യമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് കോടതി അംഗീകരിക്കും. ഈ പൾസർ സുനിയും നടിയും തമ്മിലുള്ള സെൽഫി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായ ദൃശ്യങ്ങൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ആ കണ്ടന്റിലുള്ളത് എന്നതിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുമില്ല. നടി അനുഭവിച്ച ക്രൂരതയുടെ കാഠിന്യം അനുസരിച്ച് ഉള്ളൊരു ശിക്ഷ കൊടുക്കാൻ ഈ ദൃശ്യങ്ങൾ പര്യാപ്തമാകുമോ? അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ സെൽഫി ആണെങ്കിൽ ആ സെൽഫി എടുത്തത് കാറിന്റെ അകത്ത് വെച്ചാണോ അത് വല്ല എനിക്കതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ പൾസർ സുനിയും നടിയും തമ്മിലുള്ള സെൽഫി ദൃശ്യങ്ങളാണ് ഉള്ളത്. അത് കാറിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ പൾസർ സുനി ഉപയോഗിച്ചിരുന്ന സാംസങ് വെള്ള സാംസങ് ഫോണിൽ ഉപയോഗിച്ചിരുന്ന മെമ്മറി കാർഡ് തന്നെയാണിത്. ആ മെമ്മറി കാർഡിലെ ഒറിജിനൽ വിഷ്വലാണ് എന്ന സ്ഥിരീകരണമാണ് ഫോറൻസിക് ലാബിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നല്ലതാണ്. പക്ഷെ ഇതിനകത്തുള്ളത് ഒരു സെൽഫി കാറിൽ വെച്ച് എടുത്തു എന്നുള്ളത് കൊണ്ട് പീഡനമാകണമെന്നില്ല. അതെല്ലാം ഇനി പോയിന്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. പക്ഷേ നമുക്കതിന്റെ കംപ്ലീറ്റ് എന്തൊക്കെയാണ് ഏതെല്ലാം പിക്ചേഴ്സ് ആണ് ഇതിനകത്ത് ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ അത് പറയാൻ പറ്റും. ഇപ്പൊ അവർ രണ്ടുപേരും കൊണ്ട് മാന്യമായിട്ട് നിൽക്കുന്ന ഒരു സെൽഫി കാറിന്റെ അകത്തുനിന്ന് കിട്ടിയുള്ളൂ എങ്കിൽ അതിന്റെ ജെയിംസ് വടക്കഞ്ചേരി വളരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുന്ന സെൽഫി വീഡിയോ അത് സെൽഫിയായി പകർത്തി എന്ന ഇതുള്ളൂ. അതിൽ സെൽഫിയായി പകർത്തി എന്ന് പറയുമ്പോൾ പൾസർ സുനി കൂടി ഉൾപ്പെട്ട വീഡിയോകളാണ് ഉള്ളത്. അദ്ദേഹത്തെ പൾസർ സുനി എന്നയാളെ കൂടി കാണുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. അതേസമയം വളരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോ തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തീർച്ചയായിട്ടും ആ കേസ് സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമല്ല ഇന്നിപ്പോ ഞാന് ഈ കോടതിയിൽ അവർ കസ്റ്റഡി മെമ്പർക്ക് കൊടുത്തതായ ആ ഡോക്യുമെന്റ് ഇന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നു. അതിനകത്തൊക്കെ അവർ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ഈ പൾസറിൽ നിന്നും കിട്ടിയതായ വിവരത്തിന് വെളിച്ചത്തിലായിരിക്കും അവിടെ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് അതൊക്കെയായിട്ട് യോജിച്ച് പോകുമ്പോ ഇതിനകത്തെല്ലാം സത്യത്തിന്റെ സത്യമാണ് എന്നുള്ളത് കോടതിക്ക് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെയിംസ് വടക്കഞ്ചേരി അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങൾ കേസിനെ എങ്ങനെയാണ് ഇനി സ്വാധീനിക്കാൻ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസിന് ഈ പ്രതികളെ ചോദ്യം ചെയ്യലിൽ തന്നെ പരിമിതികൾ ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മൂലം എന്നാണ്. കാരണം ഇവർ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് പൾസർ സുനി ഈ മൊഴി മാറ്റുന്ന തരത്തിൽ ചില മൊഴികൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ എത്രത്തോളം ഫലവത്താകും? വളരെ ഫലവത്താകുന്നത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ ഈ പലരും മനസ്സിലാക്കുന്നത് ഇയാളുടെ ശരീരത്തിന്റെ ഈ സലൈവൊക്കെ ഉൾപ്പെട്ട ചില സെവനൊക്കെ ആ കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ 1+1+1+ വെക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് എവിഡൻസ് ആയിട്ട് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് മാത്രമല്ല ഇതിപ്പോ ഈ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഒന്നും യാതൊരു പരാതിയും വന്നിട്ടില്ല ഇതേവരെ. അയാളെ ആക്രമിച്ചുവെന്നോ അല്ലെങ്കിൽ അയാളെ മൂന്നാം പുറം ഉപയോഗിച്ചുവെന്നോ ഒന്നുമില്ല. പ്രത്യേകിച്ച് DGP തന്നെ പറയുകയുണ്ടായി പോലീസ് മുറയിൽ ചോദ്യം ചെയ്യരുത് എന്ന് DGP കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാരെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയായിരിക്കും ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് എടുക്കുന്നതായ ഈ തെളിവുകള് വിത്ത് ഫോറൻസിക് എവിഡൻസ്
അതായത് ഇപ്പൊ അയാളുടെ ശരീരത്തിന്റെ സെവൻ പോലുള്ള സ്രവം ഈ സലൈവയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂട്ടി വരുമ്പോ ആ എവിഡൻസിന്റെ ആ ശൃംഖല, ആ ചെയിൻ ഓഫ് എവിഡൻസ് വളരെ വളരെ സ്ട്രോങ് ആകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇത് പോലീസിന് അവർക്ക് ഒരു തൂവൽ അവർക്ക് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് പറയാനായിട്ട് ചിലപ്പോൾ നമുക്ക് 1-2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ പോലീസ് അവരുടെ വിജയത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, പോലീസിന്റെ പണികൾ എളുപ്പമായി, ദൃശ്യങ്ങൾ കണ്ടെത്തിയതോടെ എളുപ്പമായി എങ്കിൽ പോലും എത്രത്തോളം പൾസർ സുനിക്കെതിരെ എത്രത്തോളം കഠിനമായി തന്നെ ഈ കേസ് അവർക്ക് ചാർജ് ചെയ്യാൻ കഴിയും? ചാർജ് ചെയ്യാൻ കഴിയും. കാരണം വെച്ചാൽ ഇപ്പൊ ഈ ഇപ്പോഴത്തെ നിയമമൊക്കെ അനുസരിച്ച് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ഈ സ്ത്രീകൾക്ക് ഫ്രണ്ടിലി ആയിട്ടുള്ള ഒത്തിരി നിയമങ്ങളുള്ളതുകൊണ്ട് ഈ കാര്യം കൊണ്ട് അവര് ശിക്ഷ എന്നുള്ളത് ഉറപ്പായി. പക്ഷേ ഈ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ ചിലപ്പോൾ പോലീസിന് സാധിച്ചൊന്നും വരില്ല ഈ തെളിവുകൾ വെച്ച്. പക്ഷേ ഇയാള് ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീയെ ഉപദ്രവിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ വരുന്നതുകൊണ്ട് ശിക്ഷ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഗൂഢാലോചനയ്ക്ക് ശിക്ഷ വരുമെന്നുള്ള കാര്യം അറിയില്ല. എം രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൾസർ സുനിയെ ഇനിയും ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ലഭ്യമാകില്ലേ? തീർച്ചയായിട്ടും ഇത് ഇതിന്റെ വെളിച്ചത്തിൽ ചോദിക്കുമ്പോൾ അവര് ഡിലേ ചെയ്യാൻ പറ്റാത്ത വിധം ഇങ്ങനെയാണ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെയാണ് ശാസ്ത്രീയ ചോദ്യം ചെയ്യലെന്ന് പറയണേ. അതല്ലാതെ ഈ ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ എപ്പോഴും ഒരു എവിഡൻസ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കും ഇതിന് നിനക്ക് എന്താ എക്സ്പ്ലെയിൻ പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഇടുന്നത് അതൊരു ശാസ്ത്രീയ ചോദ്യം ചെയ്യല് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ആ തരത്തിൽ വരുമ്പോൾ ഈ പറയുന്നതായ ഈ മെമ്മറി കാർഡിലെ കാര്യങ്ങൾ വെച്ചിട്ട് ഓരോന്ന് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് അത് വളരെ സഹായകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ആരംഭം മുതൽ നമ്മൾ പറയുന്നുണ്ട്. അതായത് ആ ദൃശ്യങ്ങളുള്ളതായ മൊബൈൽ കണ്ടെത്തിയാല്. ജെയിംസ് വടക്കഞ്ചേരി തുടരാം. അതെ, ഞാൻ പറഞ്ഞ നമ്മള് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇത് ആ ഗോശ്രീ പാലത്തിന്റെ അടയിലേക്ക് പോയി ഇങ്ങനെ ഈ ജൈവിക്കാരെ കൊണ്ടൊക്കെ ആഴമുള്ള സ്ഥലത്ത് ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ പരിശോധിക്കുന്നതൊക്കെ തമാശയായിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്നു. കച്ചയ ക്യാമ്പില് രാജന്റെ ശവശരീരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജൈവിക്കാരെ ഇറക്കിയത് പോലെ. പക്ഷേ അന്ന് എപ്പോഴും പറയാമല്ലോ ഇത് കണ്ടെത്തി ഇല്ലെങ്കിൽ ഈ പോലീസിന്റെ ശ്രമം മുഴുവൻ പ്രസ്താവനാകുമെന്ന്. പക്ഷേ ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ഉദയഭാനു, പോലീസിന് കിട്ടിയത് നിർണായകമായ തെളിവുകളാണ്. നടി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൂരതകൾ വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെ, അത് പൾസർ സുനി നേരിട്ട് പകർത്തിയ ദൃശ്യങ്ങൾ തന്നെയാണെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എത്രത്തോളം ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കും? ഒപ്പം കോടതി നടപടികളെ ഈ തെളിവുകൾ എങ്ങനെ സ്വാധീനിക്കും? ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ചുള്ള ഒരു കുറ്റകരമായ വകുപ്പ് ഇത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പോലീസിന്റെ ആദ്യഘട്ടം മുതലുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ അത് രേഖപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ച ഡിവൈസ് അതെന്താണ് എന്നുള്ളത് കിട്ടാൻ വൈകിയത് കൊണ്ട് ഒരു ഏറിയ ആശങ്ക അതിലുണ്ടായിരുന്നു. അതില്ലാതെ ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആ കുറ്റകൃത്യം എങ്ങനെ തെളിയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ കുറ്റകൃത്യം ഒഴികെയുള്ള മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം തെളിയിക്കാനായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള രേഖകൾ, സാഹചര്യങ്ങൾ, മൊഴികൾ എല്ലാം തന്നെ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നിരിക്കെ ഇത് ഒരു വീഴ്ചയായി തന്നെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ലഭ്യമായതോടുകൂടി പോലീസിനെ തീർച്ചയായിട്ടും സമാശ്വസിക്കാം. അവർക്ക് ഉദ്ദേശിക്കുന്ന രേഖകളെല്ലാം കിട്ടിയെന്ന്. ഈ കിട്ടിയ രേഖകൾ ഈ നടിയുടേത് ആയി പ്രതി തന്നെ രേഖപ്പെടുത്തിയെടുത്തതാണ് എന്ന് ഇനി തെളിയിക്കേണ്ടതുണ്ട്. പക്ഷെ ഇനി പൾസർ സുനിയെ കസ്റ്റഡിയിൽ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അറസ്റ്റ് കഴിഞ്ഞ് ആദ്യത്തെ 14 ദിവസം മാത്രമാണ് കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യത. 14 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ പോലും യഥാർത്ഥത്തിൽ ഈ തെളിവുകൾ വെച്ചുകൊണ്ട് മറ്റ് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഇരയുടെ മൊഴി എടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്
അത് പ്രതിയുടെ കസ്റ്റഡി ഇല്ലെങ്കിൽ തന്നെയും ഇത് തെളിയിക്കപ്പെടാവുന്നതുമാണ്. ഈ ഒറിജിനൽ ഇത് പകർത്തിയ ദൃശ്യങ്ങളാണെങ്കിൽ പോലും കോടതി തെളിവായി എത്രത്തോളം ആധികാരികമായി സ്വീകരിക്കും? എന്നിവരുടെ കസ്റ്റഡി കാലാവധി 5 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഇന്ന് ആലുവ മജിസ്ട്രേറ്റ് കോടതി. രാജീവിന്റെ ടെലിഫോൺ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുവാനും ഈ രേഖ ഈ പ്രതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് വളരെ എളുപ്പം കഴിയുന്നത് തന്നെയാണ്. ഇത് പകർപ്പാണോ അതോ അഫ്സൽ തന്നെയാണോ എന്നുള്ള കാര്യം ലാബിൽ അയച്ച് പരിശോധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതിയോട് ചോദിച്ചാൽ ഒരുപക്ഷെ വ്യക്തത കൈവരാൻ സാധ്യത. ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശ്രീ ഉദയഭാനു, ലാബിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് എങ്കിൽ ഇത് പകർപ്പ് എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മാസ്റ്റർ മറ്റൊരാളുടെ കൈവശമുണ്ട്. ആ മാസ്റ്റർ ആരുടെ കൈവശമാണ് എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാകുന്നിടത്തോളം ശ്രീ ഉദയഭാനു, പൾസർ സുനി അഭിഭാഷകനെ ഏൽപ്പിച്ച് കവറിൽ നിന്ന് കണ്ടെടുത്ത മെമ്മറി കാർഡ് പിന്നീട് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും ആ മെമ്മറി കാർഡ് ഫോറൻസിക് ടെസ്റ്റിനായി അയക്കുകയും ആ ഫോറൻസിക് ടെസ്റ്റ് റിസൾട്ടാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അത് ഒറിജിനൽ തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു ഘട്ടമാണിത്. ഏതായാലും ആ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് നമ്മൾ അതിന്റെ നിഗമനങ്ങളിലേക്ക് ഊഹങ്ങളിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ അന്വേഷണത്തെ തന്നെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ആളുകൾ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകും. ആ റിസൾട്ട് വന്ന് വ്യക്തമായതിനു ശേഷം ഇത് ഒറിജിനൽ തന്നെയാണ് എങ്കിൽ ആ കിട്ടിയ അഭിഭാഷകൻ യഥാസമയം അത് പോലീസിൽ കോടതി മുമ്പാകെ ഹാജരാക്കുകയും അവിടെ നിന്ന് കണ്ടെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഫോറൻസിക് പരിശോധനയുടെ ലാബിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടും. ഇനി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പകർത്തപ്പെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെ കൈവശമുണ്ടോ, വൈക്കത്തുണ്ടായിരുന്ന 2 പേർക്ക് കണ്ടു എന്ന് പറയുന്നു, അവർ കണ്ടത് എവിടെ നിന്നാണ്, ഏത് ഡിവൈസിൽ നിന്നാണ് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും 5 ദിവസം കൂടി ഇയാളുടെ കസ്റ്റഡി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വഴിമുടക്കുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഉയർത്തുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളെല്ലാം തന്നത് അയാൾ വളരെ തന്ത്രപൂർവമായിരുന്നു എന്ന നിഗമനത്തിൽ പോലീസിന് എത്താൻ കഴിയും. ഒരുപക്ഷെ ഏതെങ്കിലും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ പ്രതിയിൽ തന്നെയുള്ള ക്രിമിനൽ കുറ്റവാസനയുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞതാണോ എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോ ആശയക്കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശ്വാസകരമായിട്ടുള്ള തെളിവുകളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. വളരെ ഗുണപരവും ഫലപ്രദമായിട്ടുള്ള ഈ തെളിവുകൾ ഈ ഇരയ്ക്ക് നീതി കിട്ടുന്ന രീതിയിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ പര്യാപ്തമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിക്കാൻ കോടതിയുടെ പക്കൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ചില കേസുകളിലൊക്കെ ശബ്ദരേഖകൾ തെളിവല്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിജിറ്റൽ എവിഡൻസുമായി നോക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ എന്തെങ്കിലും മുൻകാല കേസുകളോ വിധികളോ എന്തെങ്കിലും തടസ്സമായി നിൽപ്പുണ്ടോ? 2015 സുപ്രീം കോടതി പുറപ്പെടുവിച്ച കുര്യൻ ജോസഫ് കൂടെ പങ്കാളിത്തത്തോടുകൂടി പ്രഖ്യാപിച്ച അൻവർ വേഴ്സസ് ബഷീർ എന്ന തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെയാണ് സ്വീകാര്യത വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഇപ്പോ നിലനിൽക്കുന്ന വിധി. അത് മുൻ വിധി കാലത്തുണ്ടായിട്ടുള്ള പാർലമെന്റ് അറ്റാക്ക് കേസിലെ വിധിയുടെയും മറ്റും പുനഃപരിശോധന നടത്തി ഒരു വളരെ ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ള വിധിയാണ്. അതനുസരിച്ച് ഈ രേഖകൾ അത് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിനുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം അവർക്ക് കിട്ടിക്കാണും. ഈ പൾസർ സുനിക്ക് ശിക്ഷ ലഭിക്കാൻ പര്യാപ്തമായ തെളിവുകളാണ് എന്നാണോ കരുതുന്നത്? കേസിലെ കുറ്റകൃത്യം തെളിയിക്കാനായിട്ട് പര്യാപ്തമാണ്. അത് ശിക്ഷയിലേക്ക് എപ്രകാരം പോകണം എന്നത് മറ്റു തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. വളരെ നന്ദി ഉദയഭാനു പ്രതികരിച്ചത്. പറയുന്നത് ഇത് സെൽഫി ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ നടിയെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളിൽ പൾസർ സുനി കൂടി കാണപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒന്നാമത് എവിഡൻസ് ആയി തന്നെ കോടതിക്ക് പരിഗണിക്കാവുന്നതല്ലേ? പോലീസിന് വലിയ നേട്ടമല്ലേ ഇത് കിട്ടിയതിലൂടെ ഉണ്ടായിരിക്കുന്നത്? സംശയിച്ച് വളരെ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം നടത്തിയെന്നുള്ളത് ഏറ്റവും വ്യക്തമായ തെളിവുകളും സൂചനകളുമാണല്ലോ ഇപ്പൊ ഈ അന്തിമ ഘട്ടത്തിലാണെങ്കിൽ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും ഒരു വളരെ ജാഗ്രതയോടുകൂടിയുള്ള
കുറ്റ അന്വേഷണ മികവോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും കേരള പോലീസ് അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പൊതുസമൂഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടും അവർക്ക് കിട്ടിയത് വളരെ വളരെ അവർക്ക് പ്രചോദകമായിട്ടുണ്ടാകും എന്നാണ് നാം കരുതുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നിർണായക തെളിവുകളാണ് പോലീസിന് ലഭ്യമായത്. ഫോറൻസിക് ലാബിൽ മെമ്മറി കാർഡ് പരിശോധന നടത്തിയതിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭ്യമായി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. ജെയിംസ് വടക്കഞ്ചേരി ടെലിഫോണിൽ തുടരുന്നുണ്ട്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, പൾസർ സുനിക്ക് ശിക്ഷയ്ക്ക് പര്യാപ്തമായ തരത്തിലുള്ള തെളിവുകൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഉദയഭാനു സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ തെളിവുകൾ തന്നെ കോടതി ആധികാരികതയോടെ ഇത് സ്വീകരിക്കും എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ കരുതാനാകുമോ? അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞതിന് ഫുള്ളായിട്ട് ഞാൻ എൻഡോഴ്സ് ചെയ്യുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് ആ നടി പറഞ്ഞതായ സ്റ്റേറ്റ്മെന്റ്, അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ അവര് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ, ആ നടി പറഞ്ഞതായ സ്റ്റേറ്റ്മെന്റ്, ഇവര് ഈ സുനിയെ ചോദ്യം ചെയ്തപ്പോ അയാൾ പറഞ്ഞതായ ആ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ നമ്മൾ കാണുന്നതായ ഈ യാഥാർത്ഥ്യം, ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് അവിശ്വസിക്കേണ്ടതായ ഒരു കാര്യമില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞത് അത് മുഴുവനായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഈ അൺലോഫുൾ അസംബ്ലി, അതായത് കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി, ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് ഇത് എത്രമാത്രം സഹായകരമാകും എന്നുള്ള കാര്യം ഈ 2-3 ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിലും കിട്ടി എന്നുള്ളതിന്റെ ഒരു ആഹ്ലാദത്തിലും നമ്മൾ ഇരിക്കുകയാണ്. പക്ഷെ അതിന് നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ വിവരം കയ്യിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് നമുക്കിത് കുറച്ചും കൂടി വസ്തുനിഷ്ഠമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പോലെ തന്നെ സെൽഫി ദൃശ്യങ്ങൾ ആണെങ്കിൽ തന്നെ ഈ ദൃശ്യങ്ങളും തെളിവുകളും ഏതെങ്കിലും തരത്തിൽ അസാധുവാകാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ലഭ്യമായ ഞാൻ കാണുന്നില്ല. അതായത് അത് ഈ ഫോറൻസിക് ലാബോറട്ടറിയിൽ കിട്ടിയതായ ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അത് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് ചെയിൻ ഓഫ് എവിഡൻസ് വളരെ ക്ലിയർ ആയിരിക്കും. കാരണം ആ കുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് അവര് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും പരിശോധിക്കാൻ പോയ ഡോക്ടർ, ആ ഡോക്ടറൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ആ സിനിമ സംവിധായകൻ ലാൽ, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ കാര്യങ്ങള്. ഇതെല്ലാം കൂടി നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഓറൽ എവിഡൻസ് പ്ലസ് ഈ ഡിജിറ്റൽ എവിഡൻസ് പ്ലസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പ്ലസ് നമ്മുടെ കാറിൽ നിന്ന് കിട്ടിയതായ ഫോറൻസിക് എവിഡൻസ്, ഇതെല്ലാം കൂടി വരുന്ന അവസരത്തില് ഇത് ഒരു തരത്തിലും അത് ശിക്ഷ കിട്ടുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. പക്ഷേ ഈ ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ ദൃശ്യങ്ങൾ കൈമാറിയെന്ന് സുനി തന്നെ പറഞ്ഞിരുന്നു. അത് പോലീസിന് കുറച്ചുകൂടി ആശ്വാസകരമല്ലേ? വക്കീലിന് തീർച്ചയായിട്ടും മിക്കവാറും പോലീസുകാര് ഈ ഇങ്ങനെ ചെയ്ത അവസ്ഥയെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ വീഡിയോഗ്രാഫ് എടുക്കുക, അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക, ഇതൊക്കെ ഇപ്പൊ പോലീസുകാർ ചെയ്തതാ. അതനുസരിച്ച് ഇവൻ പറഞ്ഞ സമയത്ത് ഇതെല്ലാം വീഡിയോഗ്രാഫൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെയധികം ഡിജിറ്റലായിട്ടുള്ള തെളിവുകളല്ലേ. യാതൊരു തരത്തിലുള്ളതായ തേർഡ് ഡിഗ്രിയോ ഒന്നും കൂടാതെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, ആ എടുത്തതായ മെമ്മറി കാർഡ് ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതെല്ലാം അവര് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് പഠിക്കാവുന്നതും പഠിപ്പിക്കാവുന്നതുമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഇത് മാറും തീർച്ചയായിട്ടും. അതുകൊണ്ട് കേരള പോലീസിന് ഇത് ഒരു തൂവൽ തന്നെയാണ്. ഈ സെൽഫി ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമായി എത്രത്തോളം ആഴത്തിൽ അത് കാണാനാകും? സെൽഫി ദൃശ്യങ്ങൾ നടിയെ ഉപദ്രവിക്കുന്നതിന്റെ സെൽഫി ദൃശ്യങ്ങളാണ്. അതായത് അതിൽ തന്റെ ചിത്രം കൂടി പതിയണമെന്ന ഉദ്ദേശത്തോടു കൂടി
പൾസർ സുനി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ നടിയെ ഉപദ്രവിക്കുന്നതോടൊപ്പം തന്നെ പൾസർ സുനി കൂടി ഫ്രെയിമിൽ ഉൾപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഈ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ നടിയുടേതും പൾസർ സുനിയുടേതുമാണെന്ന് തീർച്ചയായും ഫോറൻസിക് ലാബിൽ നിന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ജെയിംസ് വടക്കഞ്ചേരി, സെൽഫി ദൃശ്യങ്ങളാണെങ്കിൽ പോലും അത് ആധികാരികമായി തന്നെ പരിഗണിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇതിനെ ഞാൻ ചോദിച്ചത് ഇത് കാറിന്റെ അകത്ത് വെച്ചാണോ? ആ കാറിനകത്ത് ജെയിംസ് വടക്കഞ്ചേരി, കാറിനകത്ത് വെച്ച് നടക്കുന്ന സംഭവവികാസങ്ങൾ തന്നെയാണ് ദൃശ്യങ്ങളിലുള്ളത്. അതിൽ പൾസർ സുനി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ക്യാമറ ആംഗിളും മറ്റും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ പൾസർ സുനിയും ദൃശ്യങ്ങളിൽ കടന്നു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കോടതിയുടെ ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ഒന്നാമത് എവിഡൻസ് ആകുക തന്നെ ചെയ്യും. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ നമുക്കിപ്പോൾ സംശയിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എനിക്കത് തന്നെയാ പറയാനുള്ളത്. എനിക്ക് മറിച്ചൊരു അഭിപ്രായം ഇല്ല. കാരണം ഇത് എല്ലാം സെൽഫി എന്ന് പറയുമ്പോ നമുക്ക് അതിനകത്തൊരു കുറ്റമില്ല എന്നുള്ള തോന്നി. പക്ഷെ ഈ സെൽഫി അങ്ങനെയല്ല. ഈ സെൽഫിക്ക് പ്രത്യേകത ആ നടിയെ ഉപദ്രവിക്കുന്നതായ പിക്ചേഴ്സാ. അതിന് സെൽഫി എന്ന് പറയുമ്പോൾ നമ്മള് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ സ്ഥലത്തിലല്ല ഇതാ നടിയെ ഉപദ്രവിക്കുന്ന പടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതും അതിന്റെ കൂടെ ഈ പോലീസ് ഇന്ററോഗേറ്റ് ചെയ്തതായ അവസരത്തിൽ, ചോദ്യം ചെയ്ത അവസരത്തില് ഉള്ളതായ വീഡിയോ, ഈ നടിയുടെ സ്റ്റേറ്റ്മെന്റും ഡോക്ടറോട് പറഞ്ഞതും ഒക്കെ പാടെ കൂടി അവിടെ വരുമ്പോഴേ ഇത് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ളൊരു കേസായിട്ട് മാറും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു വർക്കാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. ഈ അഭിഭാഷകൻ പൾസർ സുനി അഭിഭാഷകൻ ത്രൂ കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡിൽ നിന്നാണ് ഇത് ലഭ്യമായത് എന്നാണ്. അത്തരത്തിൽ ഏതെങ്കിലും ശിക്ഷാ ഇളവുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പൾസർ സുനിക്ക് അനുകൂലമായ അത്തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ ആകില്ല. കാരണം അഭിഭാഷകന്റെ പക്കൽ പൾസർ സുനി സൂക്ഷിക്കാൻ ഏർപ്പാടാക്കിയതാണ്. അതായത് തന്റെ ഒളിവ് ജീവിതം അവസാനിക്കുമ്പോൾ ഈ സാധനം ഈ മെമ്മറി കാർഡ് തിരിച്ച് വാങ്ങാം എന്ന തരത്തിൽ തന്നെയാണ് ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷകനെ ഏൽപ്പിക്കുന്നത്. പക്ഷെ കേസിന്റെ ക്രമങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ തെളിവ് മറ്റൊരു വ്യാഖ്യാനത്തിന് ഇട നൽകാത്ത വിധം കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും പിന്നീട് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായത്. ഈ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ നടിയെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ ഇപ്പോൾ മെമ്മറി കാർഡ് കണ്ടെടുത്തിരിക്കുന്നത്. ഈ മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ട്. അത് ഒറിജിനലാണ്. അത് നടിയുടെയും പൾസർ സുനിയുടെയും ദൃശ്യങ്ങൾ അതിലുണ്ട്. വളരെ ക്രൂരമായി തന്നെ നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ അതിലുണ്ട് എന്ന കൃത്യത ഇക്കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ജോലി പൾസർ സുനി ഇനി 5 ദിവസം കൂടിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകാനുള്ള സാധ്യതകളല്ലേ മുന്നിൽ തെളിയുന്നത്? തീർച്ചയായിട്ടും. ഇനി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളില്ല എന്നുള്ളതായിരുന്നു. ദൃശ്യങ്ങൾ കണ്ടെടുത്തോടുകൂടി ആ ദൃശ്യങ്ങൾ ഇനി പോലീസിന് പരിശോധിക്കാവുന്നതാണ്. ഈ പരിശോധനയിൽ നടി 164-ൽ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതും ഒത്തുനോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നടി മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന, അതുപോലെ തന്നെ പൾസർ സുനിയും ഒപ്പം മണികണ്ഠനും ഒക്കെ തന്നെ മൊഴി നൽകിയ കാര്യങ്ങൾ സാധൂകരിക്കുന്ന കൃത്യമായ കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്, മെമ്മറി കാർഡിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദൃശ്യങ്ങൾ ഈ കേസിൽ ഏറ്റവും വലിയ തെളിവായി സ്വീകരിക്കപ്പെടുമെന്നാണ് നമുക്ക് ഇപ്പോൾ കരുതാവുന്നത്. ജോലി പോലീസ് എന്ന് കുറ്റപത്രം സമർപ്പിക്കും? അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ദൃശ്യങ്ങൾ ലഭ്യമായ സ്ഥിതിക്ക് പോലീസിന് അത്തരത്തിലേക്ക് ഉള്ള നടപടികളിലേക്ക് കടക്കാനാകുമെന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞത്. ജോർജറ്റ്, പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും സമയം ധാരാളമുണ്ട്. ഇപ്പോൾ ഫുൾ പ്രൂഫായി ഒരു തെളിവ് ലഭിച്ച സാഹചര്യത്തിൽ
ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ദിവസം കൂടി ഈ പ്രതികളെ പൾസർ സുനി അടക്കമുള്ള പ്രതികളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ 1 by 1 ആയി ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും നിന്നും ഒക്കെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറാക്കാൻ രാജീവ് ദയവായി തുടരെ. ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ കൂടി ടെലിഫോണിൽ ചേരുന്നു. അഡ്വക്കേറ്റ് ആളൂർ, എത്രത്തോളം സ്വാധീനം ചെലുത്തും ഇപ്പോൾ കണ്ടെടുത്തു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഈ കേസ് അന്വേഷണത്തിൽ, കോടതി നടപടികളിൽ? ഇൻവെസ്റ്റിഗേഷന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ ഈ ന്യൂസ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇൻവെസ്റ്റിഗേഷനിൽ പ്രതിയെ ചോദ്യം ചെയ്ത് പ്രതിയിൽ നിന്നും ഒരു രേഖ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ്. പക്ഷെ പ്രതി സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ തരത്തിലുള്ള ലൈ ഡിറ്റക്ടർ ടെസ്റ്റോ നുണപരിശോധനയോ നടത്താൻ സാധിക്കില്ല. എന്നാൽ മറ്റു രേഖകൾ കോടതിയിൽ ഹാജരാക്കിയതുകൊണ്ട് കോടതിയുടെ അനുമതിയോടെ ഈ രേഖകളെല്ലാം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 14 ദിവസമാണ് പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്നത്. ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പോലീസ് കസ്റ്റഡി കിട്ടുന്ന കേസായിരിക്കും ഒരു പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത്. ദൃശ്യങ്ങൾ കണ്ടെടുത്തത് തന്നെ നിർണായകമല്ലേ? നുണ പരിശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പോലും ഈ കേസിൽ ഏറെ നിർണായകമായ തെളിവുകൾ തന്നെയല്ലേ പോലീസിന് ലഭ്യമായത്? കാരണം പൾസർ സുനി ഇന്ന് പോലീസിനോട് സമ്മതിച്ചിരുന്നു, പകർത്തിയ ദൃശ്യങ്ങൾ അഭിഭാഷകന് കൈമാറിയെന്ന മൊഴി പൾസർ സുനി പോലീസിന് നൽകുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമുള്ള ദൃശ്യങ്ങളാണ് എന്നുകൂടി ഒന്ന് ബോധ്യപ്പെടണം കോടതിക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക്. ആ രേഖകളാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 27 റിക്കവറി അല്ലാത്തത് കൊണ്ട് സെക്ഷൻ 27 അനുസരിച്ചാണ് ഈ രേഖകൾ കണ്ടെടുത്തതെങ്കിൽ അതിന് കൂടുതൽ നിയമപരമായ സാധ്യതയുണ്ട്. പക്ഷേ ഈ രേഖകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ്, ആര് കൊടുത്ത മൊബൈലിൽ നിന്നാണ്, ആരിൽ നിന്നാണ് ഈ മൊബൈൽ കണ്ടെടുത്തത്, ഈ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പോലീസിന് കണ്ടെത്തേണ്ടത്. താങ്കൾക്ക് വ്യക്തതയ്ക്കായി ഞാൻ പറയാം. അതായത് പൾസർ സുനി അഭിഭാഷകനെ രഹസ്യമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കവറിലെ മെമ്മറി കാർഡ് കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും കോടതിയുടെ അനുമതിയോടുകൂടി ഫോറൻസിക് ലാബിലേക്ക് പോകുകയും ഫോറൻസിക് ലാബിൽ നിന്ന് ഈ നടിയുടെയും പൾസർ സുനിയുടെയും ദൃശ്യങ്ങൾ തിരിച്ചറിയപ്പെടുകയും ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി പോലീസിന് അയച്ചിരിക്കുകയാണ്. വളരെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. നടിയും പൾസർ സുനിയും അടങ്ങുന്ന ദൃശ്യങ്ങളാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇത് കേസിലെ നിർണായക തെളിവായി പ്രോസിക്യൂഷൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. തീർച്ചയായിട്ടും പ്രതി ഉപയോഗിക്കുന്ന മൊബൈലിന്റെ മെമ്മറി കാർഡാണ് എങ്കിൽ പ്രതിയുടെ പേരിലുള്ള പറയുന്ന മൊബൈലിന്റെ മെമ്മറി കാർഡാണെങ്കിൽ തീർച്ചയായും അത് പ്രതിക്കെതിരായി പോലീസിന് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഈ സെക്ഷൻ 27ന്റെ കുറച്ച് ഡീറ്റെയിൽസ് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവെക്കാമോ? ഏത് തരത്തിലാകും അത് മാനദണ്ഡമാകുക? സെക്ഷൻ 27 എവിഡൻസ് ആക്ട് അനുസരിച്ചാണ് ഒരു റിക്കവറി നടത്തുന്നതെങ്കിൽ പ്രതി പറഞ്ഞതനുസരിച്ച് പ്രതി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച മൊബൈലിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മൊബൈലുകൾ കോടതിയിലാണുള്ളത്. പ്രതി ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ഒളിച്ചു വെച്ചതിന് ശേഷം പോലീസിനോട് പറഞ്ഞ് പോലീസ് അതനുസരിച്ച് ഒരു മാസ്റ്റർ തയ്യാറാക്കിയാണ് ഈ പറയുന്ന മൊബൈലുകളും ഈ പറയുന്ന സിം കാർഡുകളും കണ്ടെടുത്തതെങ്കിൽ അതിന് കൂടുതൽ സാധ്യത നമ്മൾ അല്ലെങ്കിൽ സാധുത നമ്മൾ ഈ പറയുന്ന എവിഡൻസ് ആക്ട് സെക്ഷൻ 27 അനുസരിച്ച് കാണാൻ സാധിക്കും. അഡ്വക്കേറ്റ് ആളൂർ ദയവായി തുടരുക. ഇപ്പോൾ ജെയിംസ് വടക്കഞ്ചേരി ടെലിഫോണിൽ തുടരുന്നുണ്ട്. ജെയിംസ് വടക്കഞ്ചേരി, സെക്ഷൻ 27 ഈ കേസിൽ ഈ അന്വേഷണത്തിൽ ബാധകമാകുമോ? ബാധകമാകുന്നുണ്ട്. ഈ അഡ്വക്കേറ്റ് ആളൂർ പറയുന്നതനുസരിച്ച് അതായത് 27 ബാധകമാകുമെന്ന് പറഞ്ഞാൽ പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം പോലീസോട് പറയുകയും ആ പോലീസ് അത് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് അഡ്വക്കേറ്റ് കോടതി കൊടുത്തതായ സംഗതി അവിടുന്ന് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു എന്ന് പറയുമ്പോ സത്യത്തിന് പോലീസിന് പോയില്ല എന്നേ ഉള്ളൂ. പക്ഷെ പ്രതിക്ക് മാത്രം അറിയാവുന്നതായ ഈ വിവരം പോലീസിനോട് പറയുകയും അതാണ് കോടതിയിലിരിക്കുന്നതായ ആ മെമ്മറി കാർഡ് എന്ന് മനസ്സിലാക്കി വെളിച്ചത്തിന് ഈ 27 റിക്കവറിയുടെ അകത്ത് ഇത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മിസ്റ്റർ രജീവ് പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായ സംഭവം ഇയാള് ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കും പോലെ ഈ സാധനം കൂടി വക്കീലിനെ ഏൽപ്പിച്ചതാ. രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ട് പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ വക്കീലിന്റെ ആ രഹസ്യ സങ്കേതത്തിൽ എടുത്തിട്ട് അയാൾക്ക് മുതലെടുക്കാമെന്ന് കരുതി
അയാൾ ബാങ്ക് ലോക്കറിൽ കൊണ്ട് വെക്കും പോലെ വെച്ചതാണ്. പക്ഷെ അഡ്വക്കേറ്റ് എന്റെ നീതി അത്രമാത്രം ശക്തമാണ്. ആ അഡ്വക്കേറ്റ് അത് ഉടനെ കോടതിയിൽ കൊടുത്തു. അപ്പൊ സത്യത്തില് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിക്ക് മാത്രം അറിയാവുന്നതായതുകൊണ്ട് 27 റിക്കവറിയുടെ ഇന്റർപ്രിട്ടേഷൻ ഇതിനെ കൊടുക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ആളൂർ, അങ്ങനെയെങ്കിൽ പൾസർ സുനിയുടെ കാര്യം ഏറെ പരുങ്ങലിലാവും. രക്ഷപ്പെടാനുള്ള ഒരു പഴുത് പോലും കാണുന്നില്ല. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഈ പറയുന്ന സിം കാർഡിൽ ഇത് എങ്ങനെ വന്നു, എങ്ങനെ ഈ പറയുന്ന സിം കാർഡിലേക്ക് ഈ മൊബൈലിൽ പകർത്തപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്താണ് കോടതിയിൽ കൊണ്ടുവരേണ്ടത്, രേഖകൾ കൊണ്ടുവരുന്നുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള രേഖകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു കമന്റ് പറയുന്നത് ശരിയല്ല. രാജീവ് കേൾക്കുന്നുണ്ടല്ലോ. പൾസർ സുനി ഈ കേസിൽ നടി ആക്രമിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ ആദ്യ പ്രതി പിടിയിലായിരുന്നു. പൾസർ സുനി ഒളിവിൽ പോകുന്നതിന് മുമ്പ് വക്കീലിനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് ലഭ്യമായത് കുറഞ്ഞ സമയം മാത്രമാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം അക്കാര്യത്തിൽ പൾസർ സുനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാമല്ലോ. ജോർജ്, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫോണിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിക്കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പൾസർ സുനി. അതുകൊണ്ട് തന്നെ നേരത്തെ ജെയിംസ് വടക്കുംചേരി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബാങ്ക് ലോക്കർ സൂക്ഷിക്കുന്ന മാതൃകയിൽ അഭിഭാഷകന് വളരെ നിർണായകമായേക്കാവുന്ന തെളിവ് ഒരുപക്ഷെ പൾസർ സുനിക്ക് ഈ കേസിൽ ഏതെങ്കിലും ഘട്ടം കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പൾസർ സുനിക്ക് രക്ഷപ്പെടാനാകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ വീണ്ടും നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈ തെളിവ് പോലീസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നിർണായകമാകും എന്ന് മനസ്സിലാക്കുന്ന ഈ തെളിവിനെ പോലീസിൽ നിന്ന് മാറ്റി നിർത്താൻ അഭിഭാഷകനാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പൾസർ സുനി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കവർ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാനാവുന്നത്. ഈ കവറിൽ നിന്ന് കണ്ടെടുത്ത ഈ കവറിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അത് ഈ വെള്ള സാംസങ് ഫോണിൽ ആ ഫോൺ പിന്നീട് കളഞ്ഞു എന്നാണ് പൾസർ സുനി പറയുന്നതെങ്കിലും മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മെമ്മറി കാർഡ് നശിപ്പിച്ചു, ഫോണിനോടൊപ്പം മെമ്മറി കാർഡ് നശിച്ചു എന്ന് പൾസർ സുനി മൊഴി നൽകിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെ യഥാർത്ഥ ഒറിജിനൽ വീഡിയോ എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി പോലീസിന്റെ ഭാഗത്ത് സ്ഥിരീകരിക്കാനുള്ളത് ഈ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട്? ഈ ദൃശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കൂടുതൽ ക്ലാരിറ്റി വരണം. ഈ പറയുന്ന പ്രതിയാണ് കൊണ്ടുകൊടുത്ത മൊബൈലാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അവകാശപ്പെടുന്നതെങ്കിൽ ആ മൊബൈലാണ് ഈ പറയുന്ന അഭിഭാഷകൻ കോടതിയിൽ ആരോപിക്കുന്നെങ്കിൽ അഭിഭാഷകന്റെ മൊഴി രേഖപ്പെടുത്തണം. അതിനുശേഷമാണ് ഈ പറയുന്ന വസ്തുതകളെല്ലാം പ്രതിയാണ് കൊണ്ടുവന്നത്, അത് പ്രതി തന്നെയാണോ കൊണ്ടുവന്നത്, പ്രതി മറ്റൊരാളെ ഏൽപ്പിക്കുകയായിരുന്നോ, ഇത്തരം കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യക്തമാക്കേണ്ടത്. സെക്ഷൻ 27 എന്ന് പറയുന്നത് പ്രതിയാണ് നേരിട്ട് ചെന്ന് ഈ അഭിഭാഷകന്റെ വീട്ടിൽ നിന്നും ഈ പറയുന്ന രേഖകളോ അല്ലെങ്കിൽ സിം കാർഡുകളോ അല്ലെങ്കിൽ മൊബൈലുകളോ കണ്ടെടുത്തതെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ 27ന്റെ പരിധിക്കുള്ളിൽ ഇത് വരുന്നു എന്ന് ഞാൻ പറയുന്നു. നിയമത്തിന്റെ സെക്ഷൻ 27ന്റെ പരിധിക്കുള്ളിൽ വരണമെങ്കിൽ അത് പ്രതി പറഞ്ഞതനുസരിച്ച് പ്രതിയിൽ നിന്നും കണ്ടെത്തണം. ഇവിടെ പ്രതി ഒരു മൊഴി കൊടുക്കുകയോ പ്രതി അഭിഭാഷകനെ വെച്ചു എന്ന അറിയാത്തൊരു സംഗതി പോലീസിനോട് പറയുകയോ സെക്ഷൻ 6 അനുസരിച്ച് പറയുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് 106 അനുസരിച്ച് ആ പ്രതിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയതിനു ശേഷം അഭിഭാഷകനിൽ നിന്നാണ് ഇത് കണ്ടെടുത്തതെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ 27 കൂടുതൽ സാധ്യതയുണ്ട്. ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. നടിയെ പൾസർ സുനി പിന്തുടരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ഹൈവേയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ കാറിനുള്ളിൽ പൾസർ സുനിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നു. ഒപ്പം തന്നെ കാറിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായത് എന്നാണ് പോലീസ് പറയുന്നത്. നിർണായകമല്ലേ? എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു പഴുതുപോലും പൾസർ സുനിക്ക് അവശേഷിക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ട് വരും നമ്മുടെ ഈ ദൃശ്യങ്ങളൊക്കെ, ഈ CCTV ദൃശ്യങ്ങളൊക്കെ റോഡിൽ നിന്ന് പിടിച്ചത്. അവര് പോലീസ് അതൊക്കെ സംഘടിപ്പിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതായത് അവിടെ നിന്നുള്ളതായ യാത്ര ചെയ്തതിന്റെ ഇടയിൽ ഉള്ളതായ എല്ലാ CCTV പരിശോധിച്ച് അയാൾ ഫോളോ ചെയ്തു എന്നുള്ളതൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനോട് കൂടി
ഈ അഡ്വക്കേറ്റ് ആളൂര് പറഞ്ഞതുപോലെ അയാൾക്ക് മാത്രം അറിയാവുന്നതായ ആ വിവരം അഡ്വക്കേറ്റിന്റെ അവിടുന്ന് അയാൾ വന്ന് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. അയാള് ഇൻ ഇഫക്റ്റില് അയാൾ വന്നെടുത്തതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അഡ്വക്കേറ്റിന്റെ കയ്യിൽ നിന്ന് എടുത്തു. അത് ഈ നേരത്തെ മിസ്റ്റർ രാജീവ് പറഞ്ഞതുപോലെ ഇതൊരു സമയം അയാൾക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ ഒന്നും സമയമൊന്നും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് കൊണ്ടുപോയി സംഗതികളെ രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുപോയി വക്കീലിനെ ഏൽപ്പിച്ചതാ. അതായത് വളരെ ബാങ്കിലൊക്കെ ഇരിക്കുമല്ലോ, സേഫായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതി കൊടുത്തതാ. പക്ഷെ സംഗതി കൈവിട്ടു പോയി. അത് കോടതിയിലെത്തി. കോടതിയിൽ നിന്ന് അത് സയന്റിഫിക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫോറൻസിക് ലാബിലേക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ ചെയിൻ ഓഫ് എവിഡൻസ് വന്നുകൊണ്ടിരിക്കുക. അഡ്വക്കേറ്റ് ആളൂർ, പൾസർ സുനി നടിയും തമ്മിലുള്ള സെൽഫി, പൾസർ സുനി സെൽഫിയായി പകർത്തിയ ദൃശ്യങ്ങളാണ് ഉള്ളത്. അത്തരമൊരു ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ആധികാരികത പിന്നെ പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ടോ? അത്രത്തോളം പ്രസക്തമാണോ ആ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ആധികാരികതയെ കുറിച്ച് നമ്മൾ പറയുന്നതിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ പറയുന്ന രേഖകൾ അഭിഭാഷകനെ ഏൽപ്പിച്ചതാണെങ്കിൽ ഈ സെക്ഷൻ 126 എവിഡൻസ് ആക്ട് അനുസരിച്ച് ഈ അഭിഭാഷകൻ ഈ രേഖകൾ ഒരുപക്ഷെ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ ഈ രേഖകളെ കുറിച്ച് പ്രതി പറഞ്ഞിട്ടുണ്ടാകും. ഒരു പ്രതിക്ക് വേണ്ടി ഒരു വ്യക്തി ഹാജരാകുമ്പോൾ പ്രതി എല്ലാ കാര്യങ്ങളും അഭിഭാഷകനോട് തുറന്നു പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പറയുന്ന രേഖകളുടെ സാധുത അഭിഭാഷകനോട് തുറന്നു പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ഈ എവിഡൻസ് കോടതിയിൽ കൊണ്ടുവരിക? ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 126 അനുസരിച്ച് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ വസ്തുതകളോ അഭിഭാഷകനോട് വെളിപ്പെടുത്തിയാൽ പ്രതിയുടെ സമ്മതമില്ലാതെയോ അല്ലെങ്കിൽ അഭിഭാഷകന്റെ സമ്മതമില്ലാതെയോ ആ പറയുന്ന സംഗതി അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ രഹസ്യം പുറത്തു പറയാൻ പാടില്ല. ഒരു കോടതിക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാനോ നിയമപരമായിട്ട് അധികാരമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന രേഖകളെ എത്തരത്തിലാണ് പോലീസ് കാണുന്നത്, അല്ലെങ്കിൽ കോടതികൾ യുക്തി എന്ന് തോന്നുന്ന രീതിയിൽ ഈ പറയുന്ന രേഖകളെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി മുതൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിലുള്ളത്. അത്തരം കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഉള്ള നിയമ നടപടികളിലൂടെ ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് പോകേണ്ടി വരും. ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ആളൂർ സൂചിപ്പിച്ചതുപോലെ അഭിഭാഷകനോട് പൾസർ സുനി ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കാം, രഹസ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ അത് കണ്ടെടുത്തു എന്നതല്ലേ പോലീസിന്റെ മികവ്? തീർച്ചയായിട്ടും. അതായത് അതിനകത്ത് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ അഡ്വക്കേറ്റും ക്ലയന്റുമായിട്ടുള്ളത് അംഗീകരിച്ചാൽ തന്നെ ഈ അഡ്വക്കേറ്റ് ഇത് കൊണ്ടുവന്ന് കോടതിയിൽ ഏൽപ്പിച്ചതോടുകൂടി അതിൻ്റെതായ പ്രസക്തിയൊക്കെ കുറയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇല്ലാത്തൊരു കാര്യമുള്ളതേ, ഇനിയിപ്പോ ഇവരെ എല്ലാ പ്രതികളും കസ്റ്റഡിയിലാണല്ലോ. അതനുസരിച്ച് പോലീസ് ഇനിയിപ്പോ എല്ലാ പ്രതികളെയും കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു ചോദ്യമൊക്കെ ചെയ്ത് വരുമ്പോൾ 5 ദിവസം ഉണ്ടല്ലോ. 5 ദിവസത്തിനുള്ളിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലീഗൽ അഡ്വൈസിന്റെ വെളിച്ചത്തില് അവരെ എല്ലാവരെയും കൂട്ടിയൊക്കെ നിർത്തി ഈ സംഗതികളൊക്കെ അഡ്വക്കേറ്റിനോടൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ കേസ് ഫുള്ളാക്കി പെർഫെക്റ്റ് ആക്കി മാറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അഡ്വക്കേറ്റ് ആളൂർ, ഒറിജിനൽ വിഷ്വൽ തന്നെയാണ് ഈ മെമ്മറി കാർഡിൽ ഉള്ളത്. നേരിട്ട് പൾസർ സുനി പകർത്തിയ മെമ്മറി കാർഡ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് പകർത്തിയതാണെങ്കിൽ പോലും കോടതിക്ക് ഇത് സ്വീകാര്യമായി എടുത്തുകൂടെ? തീർച്ചയായിട്ടും ഞാൻ വിശ്വാസ്യതയെ അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പൾസർ സുനി പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ പൾസർ സുനി എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഒരു മൊഴി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൊടുക്കുകയും ആ കൊടുക്കുന്ന മൊഴിയിൽ എന്റെ അഭിഭാഷകനെ ഏൽപ്പിച്ച മൊബൈൽ ഫോണിൽ ഉള്ള സിം കാർഡിലാണ് ഞാൻ ഈ പറയുന്ന രഹസ്യമായിട്ടുള്ള ഈ വീഡിയോ വിഷ്വൽസ് പകർത്തിയത് എന്ന് അല്ലെങ്കിൽ സെൽഫി എടുത്തത് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പറയുകയും ആ മൊഴി അനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പ്രതിയെയും കൊണ്ട് ഈ പറയുന്ന രേഖകളോ മൊബൈലോ അല്ലെങ്കിൽ ഈ പറയുന്ന സിം കാർഡോ കണ്ടെടുത്തിരുന്നുവെങ്കിൽ അതിന് കൂടുതൽ നിയമസാധുതയുണ്ട് എന്നാണ് നിയമവിദഗ്ധനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. രാജീവ്, ഈ വാദത്തെ എങ്ങനെ കാണാം? പോലീസ് എന്താണ് പറയുന്നത്? ജോർജറ്റ് വളരെ കൃത്യമാണ് ഇക്കാര്യം.
നടി രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ 164 നൽകിയതനുസരിച്ച് കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഏതൊക്കെ തരത്തിൽ താൻ ഉപദ്രവിക്കപ്പെട്ടു, എങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്, ഏതൊക്കെ തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി എന്ന് ഏത് ഫോണിൽ നിന്ന് പകർത്തിയതായി കാണപ്പെട്ടു എന്ന തരത്തിൽ നൽകിയ 164 മൊഴിയും, അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിലുള്ള പൾസർ സുനി അടക്കമുള്ള പൾസർ സുനി ഉപദ്രവിക്കുമ്പോൾ വണ്ടി ഓടിക്കുകയും ഒപ്പം കാറിലുണ്ടായിരുന്നിരിക്കുന്ന എല്ലാവരും നൽകുന്ന മൊഴി വളരെ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഈ അഭിഭാഷകനെ രഹസ്യമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മെമ്മറി കാർഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ടാമ്പർ ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറിജിനൽ ദൃശ്യങ്ങൾ തന്നെ ഇതിനെ സമീപിക്കണം. ഇത് കേസിൽ വളരെ നിർണായകമായ ഒരു തെളിവായി മാറുമെന്ന് സംശയമില്ല. ജോലി രാജീവ്, ദയവായി തുടരുക. ജെയിംസ് വടക്കഞ്ചേരി ഫോണിൽ തുടരുന്നുണ്ട് എന്നാണ് വിശ്വാസം. ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ആളൂർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു പ്രതി കുറ്റം സമ്മതിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല. പൾസർ സുനി സമ്മതിച്ച മൊഴി എന്ന തരത്തിൽ കൂടുതൽ ആധികാരികത എന്ന് പറയുന്നതിനെ പറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത്തരമൊരു അഡ്വക്കേറ്റ് ആളൂർ പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ഈ പൾസർ സുനിയുടെ ഈ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നുള്ളതൊക്കെ മാധ്യമങ്ങളിൽ നേരത്തെ വന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഈ അഡ്വക്കേറ്റ് ഇത് കോടതിയിൽ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കോടതിയിൽ കൊടുക്കുന്ന ഈ ഡോക്യുമെന്റില് അദ്ദേഹം പറയും ഇത് ഈ പൾസർ സുനി എന്നെ ഏൽപ്പിച്ചതായ സിം കാർഡാണത്, മെമ്മറി കാർഡാണത് എന്ന് കോടതിയെ പറഞ്ഞിട്ട് തന്നെയാണ് അത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് സംശയിക്കേണ്ടതായ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇനി 5 ദിവസം കിടക്കുകയല്ലേ, 5 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇത് എന്തെങ്കിലും വീക്കായിട്ട് എവിടെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനും അത് സ്ട്രോങ് ആക്കാനും അത് വളരെ പെർഫെക്റ്റ് ആക്കാനും പോലീസിന് സാധിക്കും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. കാരണം ഇത്രമാത്രം അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഇത്രമാത്രം അവർക്ക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഓറൽ എവിഡൻസും സാക്ഷിമൊഴികളും അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള ഫോറൻസിക് എവിഡൻസും ഒക്കെ ശേഖരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ളതായ ഭാഗത്ത് അവർക്ക് വേണ്ടത്ര അഡ്വൈസ് ഒക്കെ കിട്ടി അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് ആളൂർ, പൾസർ സുനി രഹസ്യമായി സൂക്ഷിച്ചതല്ല എന്ന തരത്തിൽ എങ്കിൽ ചിന്തിച്ചാൽ പോലും, വക്കീലിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചിന്തിച്ചാൽ പോലും ആധികാരികമല്ലേ ഇപ്പോൾ ലഭ്യമായ ദൃശ്യങ്ങൾ? നടിയും ഒപ്പം പൾസർ സുനി തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിന് ഒരു കൂടുതൽ ആധികാരികത, കുറഞ്ഞ ആധികാരികത എന്ന തരത്തിൽ ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ? ഈ രേഖകൾ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടേ ഉള്ളൂ. ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്ന കോടതികളിലാണ്. ഈ പറയുന്ന എല്ലാ രേഖകളും പ്രതി കൊണ്ടുകൊടുത്തതാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതി കൊണ്ടുകൊടുത്ത പ്രതിയിൽ നിന്നും കണ്ടെടുത്തതാണെങ്കിൽ ഇതിന്റെ ആധികാരികത കോടതിയിലാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെയാണ് ഈ പറയുന്ന രേഖകൾ സത്യമായിട്ടും പ്രതി കൊണ്ടുകൊടുത്തതാണോ അല്ലെങ്കിൽ പ്രതിയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളാണോ. ആധികാരികതയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരിട്ട് കോടതിയിൽ നിന്ന് ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, ഇത് എത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ പ്രതിക്ക് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ആധികാരികതയെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഏറ്റവും വലിയ സംശയം ഉയർത്തുന്നതും. കണ്ടെടുത്തതോ കൊണ്ടുകൊടുത്തതോ എന്നുള്ളതിൽ എന്ത് പ്രസക്തമാണ് ഇവിടെ ഉണ്ടാകുന്നത്? കാരണം പൾസർ സുനി തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണുള്ളത്. ആ ദൃശ്യങ്ങൾ ഒരിക്കലും കൃത്രിമമായി ഒരു വീഡിയോ ദൃശ്യം അങ്ങനെ ഉണ്ടാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് പൾസർ സുനിക്ക് സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആധികാരികമായി തന്നെ പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന രേഖയെ സംബന്ധിച്ചിടത്തോളം ഇത് ആധികാരികമായി പരിശോധിച്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന സുനി എന്ന് പറയുന്ന സുനിൽ കുമാറാണോ ഈ അഭിഭാഷകന് ഈ രേഖകൾ കൈമാറിയത് എന്ന് സുനി പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ പോലീസ് ആ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തിടത്തോളം കാലം ഈ രേഖകൾക്ക് പ്രസക്തിയില്ല എന്നാണ്
നിയമപരമായിട്ടുള്ള പ്രസക്തിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. രാജീവ്, ഇന്ന് പോലീസ് പറഞ്ഞത് സുനി ഇത്തരം ദൃശ്യങ്ങൾ അഭിഭാഷകന് കൈമാറി എന്ന് തന്നെയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞതുപോലെ സുനിയാണോ കൊണ്ടുകൊടുത്തത് എന്ന വാദം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ടോ, ചിന്തയിലേക്ക്? രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അഭിഭാഷകന്റെ മൊഴി. അഭിഭാഷകൻ എന്തുകൊണ്ട് ഈ സുനി ഏൽപ്പിച്ച കവർ പോലീസിനെ അറിയിക്കുകയും മജിസ്ട്രേറ്റിന് കോടതിക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അഭിഭാഷകൻ നൽകുന്ന ആ മൊഴി, ഇതുവരെയുള്ള മൊഴി കവർ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അത് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൾസർ സുനി നൽകിയ പോലീസിന് നൽകുന്ന മൊഴികളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറ്റപത്രത്തിൽ എന്തായാലും വളരെ കൃത്യമായി തന്നെ നിർണായക എവിഡൻസ് ആയി ഇത് വരുമ്പോൾ ഈ രണ്ട് മൊഴികളും ഒപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോടതിയിൽ പ്രതിഭാഗത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടായേക്കാമെങ്കിലും ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ് ഈ തെളിവ്. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന തെളിവുകളിൽ പ്രാഥമികവും പ്രധാനവുമായിട്ടുള്ള തെളിവ് തന്നെയാണ് ഇത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ജോർജ്, ജെയിംസ് വടക്കഞ്ചേരി, എം രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിഭാഷകന്റെ കയ്യിൽ സുരക്ഷിതമായി തന്നെ ഏൽപ്പിച്ചതായിരിക്കും സുനി ഈ ഡിജിറ്റൽ തെളിവുകൾ. അത് അഭിഭാഷകൻ കോടതിയിൽ കൈമാറിയത് എന്തിനായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ അക്കാര്യത്തിലുണ്ടോ? അതോ അഭിഭാഷകന് വീഴ്ച പറ്റിയോ? പൾസർ സുനിക്ക് എന്തെങ്കിലും ഈ ആസൂത്രണത്തിൽ വന്ന പിഴവാണോ? അഭിഭാഷകനെ അത് കോടതിയിൽ ഏൽപ്പിച്ചു. പക്ഷെ അത് കോടതിയിൽ ഏൽപ്പിച്ച അവസരത്തിൽ അഭിഭാഷകൻ തീർച്ചയായിട്ടും കോടതിയിൽ കൊടുത്തിരിക്കുന്നതായ ആ ഡോക്യുമെന്റ് പൾസർ സൂര്യ എന്നെ ഏൽപ്പിച്ചതാണ്, കോടതിയിൽ ഞാൻ ഏൽപ്പിക്കുന്നത് തന്നെ കൊടുത്തിരിക്കുന്നത്. അത് എന്താണ് അയാൾ കോടതിയിൽ അത് കൊണ്ട് കൊടുത്തത് എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ പൾസർ സുനി ഇത് കോടതിയിൽ വക്കീല് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാകാൻ സാധ്യതയില്ല. ജഡ്ജി പറഞ്ഞോണം അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് അത് യാതൊരു കുഴപ്പമില്ലാതെ കേസൊക്കെ അവസാനിക്കുമ്പോൾ അത് അയാൾക്ക് തിരിച്ചു വാങ്ങിച്ച് അയാൾക്ക് അത് ബ്ലാക്ക് മെയിലിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൊടുത്തത്. പക്ഷെ അഭിഭാഷകർ എന്താണ് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാനുണ്ടായ സാഹചര്യം, ആ കൊടുക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഇത് പൾസർ എന്നെ ഏൽപ്പിച്ചതാണെന്ന് കോടതിയെ അറിയിക്കാനുണ്ടായ സാഹചര്യം ഇതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം അതിനെപ്പറ്റിയുള്ളതായ വിവരങ്ങളൊന്നും എനിക്കിപ്പോൾ ലഭ്യമല്ല. അഡ്വക്കേറ്റ് ആളൂർ, ഇവിടെ ശ്രദ്ധേയമായ കാര്യം, രഹസ്യമാക്കി വെക്കാൻ അഡ്വക്കേറ്റ് സുനി അഭിഭാഷകനെ ഏൽപ്പിച്ചതാണെങ്കിൽ അഭിഭാഷകന് ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പൾസർ സുനി അഭിഭാഷകനെ ഏൽപ്പിച്ചതാണെങ്കിൽ മറ്റു തരത്തിൽ കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള തരത്തിലേക്ക് പൾസർ സുനി നീക്കം നടത്തിയെന്ന തരത്തിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ നിരീക്ഷിക്കാനാവും? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അഭിഭാഷകനോട് കുറ്റം ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം കാണുന്നത് അഭിഭാഷകനെയാണ്. ഈ അഭിഭാഷകനോട് എന്തെങ്കിലും ഒരു മൊഴി, ഈ കുറ്റം ചെയ്തതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു മൊഴി പ്രതി അഭിഭാഷകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 6 എവിഡൻസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. അതിന് റെസ് ഗെസ്റ്റ എന്നാണ് ഈ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു മൊഴി പ്രതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ അഭിഭാഷകനോട് മൊഴി പറഞ്ഞാൽ അത് തുറന്നു പറയാനുള്ള അധികാരം സെക്ഷൻ 126 അനുസരിച്ച് അഭിഭാഷകന് കൊടുക്കുന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന അഭിഭാഷകനിൽ നിന്നെടുത്ത മൊഴി പ്രതിക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വലിയൊരു നിയമവശമാണ്. ജെയിംസ് വടക്കഞ്ചേരി, ഇതിൽ നമുക്കുണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത് അഭിഭാഷകൻ പക്കലുള്ള കവറിൽ നിന്നുള്ള മെമ്മറി കാർഡാണ് ഇത്. അത്തരത്തിലൊരു മൊഴി പോലീസിന് പൾസർ സുനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇത് അഭിഭാഷകന്റെ കൂടെ അതോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇത് നേരിട്ട് പോലീസിന് കൈമാറാതെ അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വേണ്ട എന്നൊരു പൊസിഷൻ എടുത്ത് പോലീസ് തന്നെ മുൻകൈയെടുത്ത് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന ഒരു തെളിവ് കോടതിയുടെ അനുമതിയോടെ ഫോറൻസിക് ലാബിലേക്ക് പോവുകയും ഫോറൻസിക് ലാബിൽ നിന്ന് ഇത് ഇവരുടെ ദൃശ്യങ്ങളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഇത് പ്രാഥമികമായി വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു തെളിവ് തന്നെയല്ലേ? അഡ്വക്കേറ്റ് ആളൂരിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാർ സംഭവിച്ചിരിക്കുന്നു. ജെയിംസ് വടക്കഞ്ചേരി തുടരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ജെയിംസ് വടക്കഞ്ചേരി, സുനിയുടെ അഭിഭാഷകന്റെ മൊഴി എത്രത്തോളം നിർണായകമാകും ഈ കാര്യത്തിൽ? അഡ്വക്കേറ്റ് ആളൂർ സൂചിപ്പിച്ചത് കൂടി കൂട്ടി വായിച്ചാൽ. അഭിഭാഷകന് മൊഴി കൊടുത്തിട്ടുണ്ടോ?
മൊഴി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞതുപോലെ അത് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഈ അഡ്വക്കേറ്റ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൊഴി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്താണ് ഈ അഡ്വക്കേറ്റ് ഈ ഇത് കൊണ്ട് കോടതിയിൽ കൊടുത്തത് എന്നുള്ളതിനെ പറ്റി ഇനി എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അത് കോടതി കൊണ്ട് ഏൽപ്പിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാകുമെന്ന് തന്നെ നമുക്കിപ്പോ കരുതാം. ഈ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾസ് സുനിക്ക് അനുകൂലമായി കാണാൻ കഴിയുന്നുണ്ടോ, നിരീക്ഷിക്കുന്നുണ്ടോ? ഞാനിപ്പോ നിരീക്ഷിക്കുന്നില്ല. പക്ഷെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിരീക്ഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ തെളിവുകൾ എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോ ഈ നടിയുടേതായ ഈ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഡോക്ടറുടേതായ ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഫോറൻസിക് എവിഡൻസ്, സർക്കംസ്റ്റാൻസ് എവിഡൻസ്, അതുപോലെ ഫോറൻസിക് ലാബിൽ നിന്ന് കിട്ടുന്ന എവിഡൻസ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ വക്കീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായ കാര്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക 2 ദിവസം, നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. പൾസർ സുനി അഭിഭാഷകന് കൈമാറിയ ദൃശ്യങ്ങൾ എന്ന തരത്തിലാണ് അഭിഭാഷകൻ ഈ ഡോക്യുമെന്റ്സുകൾ കോടതിയിൽ സമർപ്പിച്ചത്. അഡ്വക്കേറ്റ് ആളൂർ സൂചിപ്പിക്കുന്നത് പൾസർ സുനി തന്നെയാണോ ഇത് അഭിഭാഷകനെ ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ്. അത്തരം കാര്യങ്ങൾ പ്രസക്തമാണോ? അതിപ്പോ അഡ്വക്കേറ്റ് ആളൂർ പറയും പോലെ ആ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ അത് അന്വേഷിക്കാനായിട്ട് പോലീസിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അഡ്വക്കേറ്റ് അതൊന്നും പോലീസിനോട് പറയണമെന്നില്ല. പക്ഷെ അഡ്വക്കേറ്റ് ഇത് കോടതിയിൽ കൊടുത്തതായ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹം എന്താ പറയണമെന്നുള്ളത് നമുക്ക് അത് കളക്ട് ചെയ്യാൻ വല്ല മാർഗമുണ്ടോ നോക്കുക. അതായത് ഈ നമ്മുടെ ഈ മെമ്മറി കാർഡ് കോടതിയിൽ ഏൽപ്പിച്ചപ്പോ ആ മെമ്മറി കാർഡോട് കൂടി കോടതിയിൽ കൊടുത്തതായ ഡോക്യുമെന്റ്, അതിനകത്ത് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു പോലീസ് ഇപ്പൊ അഡ്വക്കേറ്റോട് ചോദിച്ചാൽ ആ കോൺഫിഡൻഷ്യാലിറ്റി ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ആൻഡ് ദ ക്ലയന്റ് ആ ലെവലില് എനിക്ക് തോന്നുന്നത് അത് വലിയ പ്രയോജനം കിട്ടുന്നത് തോന്നാറില്ല. ഇത്തരത്തിൽ അഡ്വക്കേറ്റ് സ്വീകരിച്ച ഒരു കവർ, ആ കവറ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റീസൺ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ലേ? ആ റീസൺ കേസിലെ ഒരു അഭിഭാഷകന്റെ മൊഴിയെ പോലെ തന്നെ പരിഗണിക്കാവുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും ആ ഡോക്യുമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്നോട് ചോദിച്ചതല്ല, എന്നോട് ചോദിച്ചത് ഈ പൾസർ സുനി അഡ്വക്കേറ്റോട് എന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത് എന്നുള്ളത് പോലീസ് ഇനി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂര് പറഞ്ഞതുപോലെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ അത് ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. പക്ഷേ കോടതി കൊടുത്തതായ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാല് നമുക്ക് അതിൽ നിന്ന് വളരെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അത് ഈ അടുത്ത അഡ്വക്കേറ്റ് ആളൂർ തന്നെ ഇപ്പോഴുണ്ട് ടെലിഫോണിൽ. അഡ്വക്കേറ്റ് ആളൂർ തന്നെ ഉണ്ട്. അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് പൾസർ സുനിയുടെ വക്കീൽ കോടതിയിൽ കൊടുത്ത എവിഡൻസിനൊപ്പം സമർപ്പിച്ച ആ രേഖ മൊഴിയായി പരിഗണിക്കാൻ സാധ്യതയില്ലേ കോടതി? വീണ്ടും ഒരു മൊഴി എടുക്കേണ്ട ആവശ്യമുണ്ടോ അഭിഭാഷകനിൽ നിന്ന്? ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ജെയിംസ് വടക്കഞ്ചേരി പറയുന്നത് യോജിക്കുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായതിനു ശേഷമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ യഥാർത്ഥ നിജസ്ഥിതി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു അഭിഭാഷകൻ ഈ പറയുന്ന രേഖകൾ അവിടെ ഹാജരാക്കാനുള്ള സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഈ രേഖകൾ അവിടെ ഹാജരാക്കിയത്, ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊണ്ടുവരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അത്തരം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തിടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞ 2 സാഹചര്യങ്ങൾ, ഒന്ന് ഇത് പ്രതിയാണ് അവിടെ എത്തിച്ചത് എന്നുള്ളതും, 2 അഭിഭാഷകരോട് ഇത് എത്തിക്കുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 2 കാര്യങ്ങളുമാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴും ഒരു പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതി അങ്ങനെ ഒരു രഹസ്യമൊഴി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു അഭിഭാഷകനെ നിയമത്തിന്റെ 4 ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള വളരെ വലിയ ഒരു നിയമ കുരുക്കിലാണ് ഇനിയുള്ള അന്വേഷണത്തെ മറികടക്കാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രമിക്കേണ്ടത് എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പൾസർ സുനി ഇന്ന് പോലീസിനോട് സമ്മതിച്ചിരുന്നു താൻ ദൃശ്യങ്ങൾ അഭിഭാഷകന് കൈമാറി എന്ന തരത്തിൽ. പ്രതി തന്നെ സമ്മതിച്ചാൽ അഭിഭാഷകന്റെ മൊഴിക്ക് എത്രത്തോളം പ്രാബല്യമുണ്ടാകും? ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. ഒരു പ്രതി പോലീസ് കസ്റ്റഡിയിൽ കുറ്റം സമ്മതിച്ചാൽ പോലും അത് പ്രതിക്കെതിരായുള്ള തെളിവായി
പാടില്ല എന്നാണ് ഇന്ത്യൻ തെളിവ് നിയമം പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ്, പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ സ്റ്റേറ്റ്മെന്റിന് നിയമപരമായിട്ട് യാതൊരു നിലനിൽപ്പുമില്ല. there is no legal existence. അതുകൊണ്ട് പ്രതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ, ഇവൻ കുറ്റം സമ്മതിച്ചാൽ പോലും രേഖകൾ ഞാനാണ് പകർത്തിയത് എന്ന് പറഞ്ഞാൽ പോലും കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതിയുടെ മൊഴിക്ക് നിയമപരമായിട്ട് യാതൊരു നിലനിൽപ്പുമില്ല എന്നുള്ള ഒരു സംഗതി കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജെയിംസ് വടക്കഞ്ചേരി ടെലിഫോണിലുണ്ടോ? എങ്ങനെ കാണാം ഈ നിരീക്ഷണത്തെ? അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് ശരിയാണ്. കാരണം പോലീസിനോട് പറയുന്നതായ പ്രതി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രതി പറയുന്നതിന് ഒരു എവിഡൻസ് വാല്യൂ ഇല്ല. പക്ഷേ എന്ത് പറ്റുന്ന വെച്ചാല് 2 ദിവസത്തിനുള്ളില് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ കൊണ്ടുവരുമെന്നതിന് എന്റെ വിശ്വാസം. കാരണം ഇത്രമാത്രം അവർക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കില് ബാക്കിയുള്ളതായ കാര്യങ്ങൾ കൂടി അവർ ലിങ്ക് ചെയ്തിട്ട് അവര് ഈ അഡ്വക്കേറ്റ് ആളൂർ പറയുന്നത് അനുസരിച്ച് ഈ മെമ്മറി കാർഡ് എങ്ങനെ ഈ അഡ്വക്കേറ്റിന്റെ അടുത്തെത്തി, എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് അത് കോടതിയിൽ കൊടുത്തത്, ആ ഒരു ലിങ്കിന് കുറച്ച് സംശയങ്ങള് ദുരൂഹതയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് പോലീസിന് ഈ 2-3 ദിവസത്തിന് ഉള്ളിൽ സാധിക്കുമെന്ന് എന്റെ വിശ്വാസം. കാരണം ഇതുവരെ അവര് ഒരുവിധം നീറ്റായിട്ടാണ് പോയിരിക്കുന്നത്. ട്രാക്ക് വളരെ ക്ലിയർ ആണ്. ഇനിയുള്ളതായ ഈ ഒരു ലിങ്ക് അത് എങ്ങനെയാണ് സംഗതി നടന്നത് എന്നുള്ള കാര്യം അവര് ക്ലിയർ ആക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എം രാജു, പോലീസിൽ നിന്ന് ഈ മിനിറ്റുകളിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കൂടി ലഭ്യമായോ? നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ വിവരം മാത്രമാണ്. ഫോറൻസിക് ലാബിൽ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് പോലീസിന് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് ലാബ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ഈ പരിശോധനയുടെ ഭാഗമായി അതനുസരിച്ച് ഉള്ള ചോദ്യം ചെയ്യലുകൾ ഇനി ഉണ്ടാകും. 5 ദിവസം ഈ പൾസർ സുനി അടങ്ങുന്ന സംഘം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പൾസർ സുനിയും വിജേഷും കസ്റ്റഡിയിലുണ്ട്. ഒപ്പം മറ്റുള്ളവർ നാളെ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇത് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യലിലൂടെ ഈ കാര്യങ്ങളിൽ ഒരു കൃത്യത വരുത്താൻ കഴിയും. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമെന്ന് തെളിയിക്കാവുന്ന നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്തപ്പെട്ടു എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. കാരണം ഈ രാജ്യം തന്നെ ഉറ്റുനോക്കിയിരുന്ന ഒരു കേസിൽ നിർണായകമായ വഴിത്തിരിവ് പോലീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചോദ്യം കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക തെളിവുകൾ പോലീസിന് ലഭ്യമായി എന്നാണ് ഏറ്റവും പുതിയ പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഫോറൻസിക് ലാബിൽ അഭിഭാഷകന്റെ പക്കൽ നിന്ന് പോലീസിന് ലഭ്യമായ മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭ്യമാവുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പൾസർ സുനി അഭിഭാഷകന് കൈമാറിയ മെമ്മറി കാർഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. കേസിലേറെ നിർണായകമാകുന്ന വഴിത്തിരിവാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ദൃശ്യങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ കേസിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. പോലീസ് ദൃശ്യങ്ങൾ കണ്ടെടുത്തതോടെ കേസന്വേഷണം കാര്യക്ഷമമാകുന്നു. കുറ്റപത്രം അടക്കം സമർപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസിന് മുന്നോട്ട് പോകാനാകും. കൊച്ചിയിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മുഖ്യപ്രതി പൾസർ സുനി അഭിഭാഷകൻ വഴി കോടതിയിൽ ഏൽപ്പിച്ച മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡിൽ നിന്നാണ് ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത്. ഫോറൻസിക് പരിശോധനയിലാണ് ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനായത്. പൾസർ സുനി സ്വയം പകർത്തിയ ദൃശ്യങ്ങളാണ്, നടിക്കൊപ്പം സ്വയം പകർത്തിയ കാറിനുള്ളിലെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഈ കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായ ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്.